കേട്ട് ഗ്രഹിച്ച് പ്രചരിച്ചു വരുന്ന കഥയാണല്ലോ ഐതിഹ്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ഉണ്ടാകാം. പല തലങ്ങളിൽ വായിച്ചു കേട്ട കഥകൾ തന്നെയാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി രാമായണത്തിലേക്ക് വരാം. ഭാരതത്തിൻ്റെ സംഭാവനയായ 2 ഇതിഹാസങ്ങളിലൊന്ന് രാമൻ്റെ യാത്ര എന്നർത്ഥം വരുന്ന രാമായണം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാമായണം ആദ്യ മഹാകാവ്യമെന്നും അറിയപ്പെടുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥകളിലൂടെ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ തമസാ നദീക്കരയിൽ ഒരു കള്ളൻ വസിച്ചിരുന്നു. അതുവഴി പോകുന്ന ആളുകളെ കത്തികാട്ടി കൊള്ളയടിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിനോദം. ഒരിക്കൽ ഒരു മുനിശ്രേഷ്ഠൻ അതുവഴി വരാനിടയായി. കള്ളൻ മുനിയുടെ മുൻപിൽ കത്തിയുമായി ചാടി വീണു. കയ്യിലുള്ളതെല്ലാം എടുക്കുവാനും ആവശ്യപ്പെട്ടു. ഉടനെ മഹർഷി, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നതെന്ന മഹർഷിയുടെ ചോദ്യത്തിനു മുൻപിൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണെന്നായിരുന്നു കള്ളൻ്റെ മറുപടി. ഉടനെ മഹർഷി പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം കൂടി അവർ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ഉടനെ തിരിച്ചു വരിക. നിങ്ങൾ വരുന്നതുവരെ ഞാൻ ഈ നദിക്കരയിൽ തന്നെ ഉണ്ടാകുമെന്നും മഹർഷി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. താൻ ചെയ്ത പാപത്തിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കണമെന്നായിരുന്നു അവരുടെ മറുപടി എന്നും പറഞ്ഞായിരുന്നു കള്ളൻ തിരിച്ചു വന്നത്. പശ്ചാത്താപത്താൽ അയാൾ മഹർഷിയുടെ കാൽക്കൽ വീണ് മഹർഷിയോട് താൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ദയ തോന്നിയ മഹർഷി കള്ളനോട് നദിക്കരയിലുള്ള 2 മരങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഞാൻ തിരികെ വരുന്നതുവരെ ആ മരം എന്ന് ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. മഹർഷിയുടെ വാക്കുകൾ അതേപടി അനുസരിച്ച കള്ളൻ 2 മരങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ആ മരം എന്ന് ചൊല്ലുവാൻ തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കള്ളനെ ചിതൽപുറ്റ് മൂടി. ഈ കാലഘട്ടത്തിൽ സപ്തർഷികൾ അതുവഴി വരികയുണ്ടായി. അപ്പോൾ സമീപത്തുള്ള ചിതൽപുറ്റിൽ നിന്നും രാമ എന്ന് മന്ത്രിക്കുന്നത് കേട്ട മഹർഷികൾ ചിതൽപുറ്റ് പൊളിച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം മഹർഷിമാരെ അറിയിച്ചു. ചിതൽപുറ്റിനാൽ മൂടപ്പെട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വാൽമീകി എന്ന് നാമകരണം ചെയ്തു. നദിക്കരയിൽ നിന്നും കുറച്ച് മാറി ഒരു ആശ്രമം പണിതുകൊടുത്ത് അവിടെ വസിക്കുവാൻ ആവശ്യപ്പെട്ടു. രാമായണം രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യപ്രകാരം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നു വന്ന നാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ഇപ്രകാരം ചോദിച്ചു: ഈ ലോകത്തിൽ സത്യനിഷ്ഠ, ക്ഷമ, ധൈര്യം, സൗന്ദര്യം, അജയ്യത, ശീലഗുണം എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ എന്ന്. ഇതിനുത്തരമായി നാരദൻ വാൽമീകിക്ക് പറഞ്ഞുകൊടുത്ത കഥയാണ് രാമകഥ എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക അസംഭവ്യം. എന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രൻ രാമനാണെന്നും തുടർന്ന് രാമകഥ വിശദമായി നാരദൻ വാൽമീകിക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ വാൽമീകി തൻ്റെ ശിഷ്യന്മാരുമൊത്ത് തമസാ നദിക്കരയിൽ സ്നാനത്തിന് പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വേടൻ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടു. ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം കാണാറുണ്ടെങ്കിലും നാരദമുനി പറഞ്ഞ രാമകഥ വാൽമീകിയെ വളരെയധികം സ്വാധീനിച്ചതിനാൽ ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിലാപവും ചേർന്നുള്ള ആ കാഴ്ച മഹർഷിയുടെ മനസ്സലിയിച്ചു. മനസ്സിലുണ്ടായ വികാരം ശ്ലോകരൂപേണ പുറത്തു വന്നു. ശ്ലോകം ചൊല്ലിത്തീർന്നതും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി വാൽമീകിയോട് രാമകഥ മുഴുവനായി എഴുതുവാൻ ആവശ്യപ്പെട്ടു എന്നും ഐതിഹ്യം. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തപ്പെടുന്നു. ഇത് മാസത്തിൻ്റെ മഹിമയല്ല, രാമായണം എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ മഹിമയായി കണക്കാക്കപ്പെടുന്നു. രാമായണ മാസാചരണം നടത്തുന്നത് രാമൻ ജനിച്ചത് കർക്കിടക മാസത്തിലായതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. കഥയോടൊപ്പം ധാർമ്മികതയുടെ മൂല്യം മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ വരുത്തി രാമനെപ്പോലെ നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്.